നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഉറപ്പിക്കുകയാണ്, എനിക്ക് പല ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, ഇതൊക്കെ ആര് പരിഹരിച്ചു തരണം? അപ്പം നിങ്ങൾ എന്താ കുട്ടിയുടെ ഉള്ളിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ്, നിനക്കൊരിക്കലും നിന്നെ നേരെയാക്കാൻ പറ്റില്ല. അപ്പം അതിൽ 12-ാം സ്കന്ധത്തില് 13-ാമത് അധ്യായത്തില് 12-ാം ശ്ലോകം എന്താണ് ഈ ഭാഗവതത്തിന്റെ ലക്ഷ്യം? ഇപ്പം ലാസ്റ്റ് പേജ്, അതായത് ഭാഗവതത്തിന്റെ 2nd വോളിയം ലാസ്റ്റ് പേജ്. 12-ാം സ്കന്ധം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലല്ലല്ലോ തപ്പേണ്ടത്, ലാസ്റ്റിലല്ലേ തപ്പേണ്ടത്. അപ്പോൾ ലാസ്റ്റ് പേജ് 13-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകം. അവിടെ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത് ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നുമല്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? സർവവേദാന്ത സാരമാണ് ഭാഗവതം, ബ്രഹ്മാത്മൈകത്വ ലക്ഷണം. ബ്രഹ്മാത്മൈകത്വ ലക്ഷണം, അതായത് ജീവാത്മാവും പരമാത്മാവിനെയും ഐക്യം ചേർക്കലാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. ഇപ്പം ഈ പറയുമ്പോണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ കഥ കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല. ഇപ്പം ജീവാത്മാവും പരമാത്മാവും ഐക്യമുണ്ടാക്കലാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം. വസ്തു അദ്വിതീയം, കൈവല്യക പ്രയോജനം. കൈവല്യം കൈവരിക്കുക, വസ്തു അദ്വിതീയം, അദ്വിതീയമായ സത്യത്തെ സാക്ഷാത്കരിക്കുക. ഇവിടെ ഈ പറയുന്ന കാര്യം നമ്മൾ ഹിന്ദു സമൂഹത്തിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതുപോയി ദൈവം വേറെ ഞാൻ വേറെ എന്നുള്ള രീതി കണ്ടുപോയി. ഇപ്പം ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന് പറയുന്നത് ആരെന്ന ആ ഒരു വ്യക്തതയുണ്ടെങ്കിലേ അടുത്ത പടിയിലേക്ക് കയറാൻ പറ്റും. ഒന്നാമത്തെ പടി തന്നെ നമുക്ക് വ്യക്തമല്ല, അതാണ് ഈ പ്രശ്നം. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ജീവാത്മാവാണ്, ഇത് ഉറപ്പിക്കണം ആദ്യം. ഈ ജീവാത്മാവെന്ന് പറയുന്നത് ആര്? അപ്പം നമ്മളിപ്പോൾ ജീവാത്മാവെന്ന് പറയുന്നത് അനുഭവങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിത്വത്തെയാണ് ജീവാത്മാവ്. ഇപ്പം കുറേ വിഷമങ്ങളും കുറേ ദുഃഖങ്ങളും പ്രയാസങ്ങളും കുറവുകളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ജീവാത്മാവിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവാത്മാവെന്ന് പറഞ്ഞാൽ ബോധവും മനസ്സും ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതത്തിനെയാണ് ബോധം, മനസ്സ്, ശരീരം. ബോധം, മനസ്സ്, ശരീരം ഇതൊക്കെ ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജീവാത്മാവ്. അപ്പം അത് അവിടെ നമ്മളിപ്പോൾ കാണുന്നത് വെറും കുറെ അനുഭവങ്ങളാണ്. ഇപ്പം ശരീരത്തിന് കുറെ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ കാണും, കുറെ ബുദ്ധിപരമായ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ കാണും. അവനവൻ കുറെ കുറവുകളുള്ള, ന്യൂനതകളുള്ള വ്യക്തിത്വമായി കണ്ടുറപ്പിച്ചു പോയാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് മുഴുവൻ ഈ വ്യക്തിത്വത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറെ ചിന്തകളെയാണ്. ഇപ്പൊ ഒരു നമ്മൾ കുളത്തിന് പടവ് പണിത് കഴിഞ്ഞാൽ ആ പടവിൽ വെള്ളം കയറി പൂപ്പൽ വന്ന് ചിലപ്പോൾ ആ പടവ് തന്നെ അതിൻ്റെ നിറമൊക്കെ മങ്ങി പലപ്പോഴും പച്ചപ്പ് പിടിച്ച പൂപ്പലുള്ള നിറഞ്ഞായിട്ട് മാറും. ഈ പൂപ്പലുള്ള ഒരു പടവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ജന്മം പൂപ്പല് അല്ലാതെ നിങ്ങൾ മറ്റൊന്നും കാണില്ല. ഈ പൂപ്പലെന്ന് പറയുന്നത് തൽക്കാലം ആ പടവുകളിൽ കയറി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹൈ പ്രഷർ പമ്പും മറ്റൊക്കെ ഉള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്തിരി ബ്ലീച്ചിങ് പൗഡറോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ പോയി പഴയ സ്റ്റെപ്പിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ന്യൂനതകളെ മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റുന്ന അറിയുന്നില്ല. ഈ ന്യൂനതകൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത് ആളുകൾ. എന്നിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണ് അമ്മമാര്. അപ്പൊ ഈ ന്യൂനതകൾ ഉള്ള ഒരു മനസ്സാണ് ഇപ്പൊ പലരെ സംബന്ധിച്ചും ജീവാത്മ. എന്നാൽ റിയൽ ജീവാത്മാവെന്ന് പറയുന്നത് ന്യൂനതകൾ ഉള്ള ഒരാളല്ല. ഈ ന്യൂനതകളിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ പറ്റുന്നൊരു ജീവാത്മാക്കളാണ് നമ്മൾ.
അപ്പം എല്ലാവർക്കും അവരവരുടെ ന്യൂനതകളിൽ നിന്നും പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ കുറവുകളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്നും കഴിവുകളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമായി നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പം പലരുടെയും ജീവിതം താളം തെറ്റുന്നതിന് കാരണം, പലരുടെയും ജീവിതം ദുഃഖവും ദുരിതവും നിറഞ്ഞതിന് കാരണം അവരവരുടെ കുറവുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അത് മാത്രം കണ്ട് ജീവിക്കുകയാണ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും. അപ്പം അതിൽ നിന്നും അവരുടെ ശക്തി, അവരുടെ കഴിവ്, അവരുടെ സാധ്യത അതൊക്കെ കാണാൻ നമുക്ക് സാധിക്കുക, അതിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാൻ സാധിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായാൽ തന്നെ സത്യത്തിൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഇങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഗ്രന്ഥമാണ് ഏത്? ഭാഗവതം. അല്ലാതെ ഇത് കഥയല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ന്യൂനതകളും കുറവുകളും ദൗർബല്യങ്ങളും വിഷമങ്ങളും വേദനകളും കുറെ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാളാണ്. ഇതിനെ പറയാ പട്ടുനൂൽ പുഴു എന്നാണ്. കൊക്കോൺ എന്ന് പറയും. കൊക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ പുഴുവിൻ്റെ കൂട്ടിൽപ്പെട്ടിരിക്കുന്ന പട്ടുനൂൽ പുഴു എന്നാണ്. അപ്പം ആ പുഴുവിനൊരിക്കലും പുഴുവിൻ്റെ കൂടിൽ നിന്ന് പുറത്ത് കാണും. ഇതുപോലെ പലരും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു പോയി. അപ്പം ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ ഈ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി ശീലിച്ചതാണ് പ്രശ്നമായത്. ശരിക്കും അവിടെ പോകരുതായിരുന്നു അമ്പലത്തിൽ. സത്യത്തിൽ അമ്പലത്തിൽ പോകരുതായിരുന്നു കുട്ടികൾ. കാരണം എന്താ അറിയോ, ഈ കുട്ടികളെല്ലാം സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ നമ്മൾ പോകരുതായിരുന്നു. ഞാൻ സത്യത്തിൽ അത് നമ്മുടെ ആ ഭാഗവതത്തിൻ്റെ തലത്തിൽ നിന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സൈക്കോളജി പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്പലത്തിൽ പോകരുതായിരുന്നു പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുറവുകൾ നികത്തണമെന്ന്. അപ്പോൾ ഉറപ്പിക്കുന്ന എന്താണ്? ശ്രദ്ധിക്കൂ നിങ്ങൾ, എന്നെ പാസ്സാക്കണം, എനിക്ക് ബുദ്ധി തരണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇന്നത്തെ സൈക്കോളജിയുടെ തലത്തിൽ പറഞ്ഞാൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ എന്താ ഉറപ്പിക്കുന്നത്? എനിക്ക് കുറെ കുറവുകളുണ്ട്, അതാരെ മാറ്റി തരണം. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും ഉറപ്പിക്കുന്ന എന്താണ്? സത്യം പറയും നിങ്ങൾ, എനിക്ക് പല കുറവുകളുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പൊ അമ്പലത്തിൽ പോയത് തന്നെ അപകടമായില്ലേ? നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കിയത്? അമ്പലത്തിൽ പോയിട്ട് ഈ കുറവുകളുള്ള ഒരു വ്യക്തിയാണെന്ന് അവരെ ഉറപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു മതത്തിൽ ഇത്ര സൂയിസൈഡ് ഉള്ളത്. അപ്പൊ അതിന് പകരം എന്തായിരുന്നു വേണ്ടത്? അമ്പലത്തിൽ പോകണ്ടേ? അമ്പലത്തിൽ പോകുന്നത് ആദ്യം അമ്പലത്തിലായിരുന്നില്ല പോകേണ്ടത്. ആദ്യം പോവേണ്ടത് സത്സംഗങ്ങൾക്കായിരുന്നു. ആദ്യം പോവേണ്ടത് സത്സംഗത്തിന് പോവേണ്ടിയിരുന്നു. അതെന്താ സത്സംഗത്തിന്? താൻ ആരാണെന്നും എന്താണ് തൻ്റെ ജീവിതം, എന്തിനാണ് താൻ ജീവിക്കുന്നതൊക്കെ ഇവിടെ മനസ്സിലാക്കണം. പറയൂ. അതുകൊണ്ടാണ് സത്സംഗങ്ങളിൽ പോവാതെ അമ്പലത്തിൽ പോകുന്നവരെ കഴുതകൾ എന്നാണ് കൃഷ്ണൻ വിളിച്ചത്. ആരാണ് അവര്? ഈ ശ്ലോകം നമ്മൾ പഠിപ്പിക്കണം സമൂഹത്തെ. ഭാഗവതം ദശമസ്കന്ധം എടുക്കും നിങ്ങൾ, ശ്ലോകം പഠിക്കൂ. നിങ്ങൾ കുട്ടികളെ കഴുതകളാക്കി മാറ്റരുത്. കൃഷ്ണൻ പറഞ്ഞതാണ്. ഭാഗവതം ദശമസ്കന്ധം 10-ാം സ്കന്ധം 84-ാം അധ്യായം അതിൽ 13-ാം ശ്ലോകം നിങ്ങളെടുത്തു നോക്കൂ. നിങ്ങളല്ല എന്ന് പറയും. ഭാഗവതം ഒരു സത്സംഗ പരിചയവുമില്ലാതെ അന്ധമായി കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി വഴിതെറ്റിച്ചു കളഞ്ഞു നിങ്ങൾ. അതാണ് ഈ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും. മനസ്സിലായില്ലേ? കുട്ടികളാകെ ഇന്ന് താളം തെറ്റിയതോ അതുകൊണ്ടാണ്. ഇത്രയും നോക്കൂ, എത്ര ലഹരി വിരുദ്ധ പരിപാടികളാണ്. എന്നാലും കുട്ടികൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം പരീക്ഷാ പേടി, സ്ട്രെസ്, പല സബ്ജക്റ്റുകളും പഠിക്കാൻ പറ്റുന്നില്ല. ഓരോ വർഷം കൂടുന്തോറും ഈ മാത്സ് ഒക്കെ കട്ടി കൂടി വരികയാണ്, ഫിസിക്സൊക്കെ. കാരണം പുതിയ റൂൾസ് മാത്സിൻ്റെ ടെക്നിക്കുകളും മറ്റൊക്കെ വരുമ്പോൾ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത്രയൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഒരു വിദ്യാഭ്യാസ രീതിയും അല്ല, പഠിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ള എഫിഷ്യൻസിയുള്ള അധ്യാപകരും കുറഞ്ഞു. കാരണം നമുക്കറിയാം, ഇന്നിപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
നല്ല ഹൈ സ്കോറിംഗ് മാർക്കുള്ളവരൊന്നും അധ്യാപക ജോലിക്കല്ല പോകുന്നത്. അവർ വേറെ ക്രിമി ഒരു ലെയർ എന്ന് പറയുന്ന പോലെ അവരൊക്കെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം എഞ്ചിനീയറിംഗ് തന്നെ കമ്പ്യൂട്ടർ സയൻസിനാണ് പലരും ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ? ആണോ? ഇപ്പം മെഡിസിന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ MD നോക്കിക്കോളൂ നിങ്ങൾ. അധികം പലരും ഇഷ്ടപ്പെടുന്നത് ഈ എന്താണ്, ഈ ഒന്നുകിൽ അവർക്ക് വലിയ ഹാർട്ട് അല്ലെങ്കിൽ റേഡിയോളജി ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഹൈ ഡിമാൻഡ് വരിക. എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരു പഠിക്കുന്ന കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഹൈ ജോബാണ്. അപ്പം ഏറ്റവും കഴിവ് കുറഞ്ഞവരായിരിക്കും പലപ്പോഴും ഏത് മേഖലയ്ക്ക് പോകുന്നത്? വേറൊന്നും കിട്ടാത്തത് കൊണ്ട് ടീച്ചിങ് മേഖലയ്ക്ക് പോകുന്നത്. അപ്പം അവരിൽ എഫിഷ്യൻസി ഉള്ളവർ വളരെ കുറേ പേരുണ്ട്. എഫിഷ്യൻസി ഉള്ളവരുണ്ട്, എഫിഷ്യൻസി ഇല്ലാത്തവരുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇത്രയും ലോഡ് എടുക്കാനുള്ള കഴിവുമില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ കഞ്ചാവിന് വഴി പോവാതിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പൊട്ട ഭക്തിയും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നു, ഈ ശ്ലോകമൊക്കെ എടുത്തു നോക്കും നിങ്ങൾ, 10:84-13 കിട്ടിയോ? യസ്യാത്മബുദ്ധി ഗുണപേത്രിതാതുകേ ചൊല്ലു, സ്വദീകളത്രാദിഷു ചൊല്ലു, ഭൗമയീച്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ ജനേഷു അഭിജ്ഞേഷു സ ഏവ ഗോകര. അതിത്രയേ ഉള്ളൂ ഭഗവാൻ പറയണത്. അഭിജ്ഞേഷു ജനം, അഭിജ്ഞരായ ജനങ്ങളുടെ അടുത്ത് പോയി എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആചാര്യന്മാരുടെ അടുത്ത് പോയി എന്താണ് കാര്യങ്ങളൊന്നും പഠിക്കാതെ, എന്താണ് നമ്മുടെ ജീവിതമെന്നും അനുഷ്ഠാനം എന്തൊക്കെയാണെന്നും പഠിക്കാതെ തീർത്ഥബുദ്ധി, ആരാണോ തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത്, അവനവൻ്റെ കാര്യങ്ങൾ നടത്തിക്കിട്ടാൻ വേണ്ടി സ്വദീകളത്രാദിഷു ഭൗമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വീട്, കുട്ടി, പറമ്പ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട് തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത് സ ഏവ ഗോകര, അവനാണ് കഴുതാനാണ്. അപ്പൊ സത്സംഗങ്ങളിൽ പോവാതെ തൊഴുതു പോകുന്നവരൊക്കെ ആരാണ്? ഇതെന്റെ വരികളല്ല, സാക്ഷാൽ കൃഷ്ണൻ പറയുന്ന വരികളാണത്. അപ്പം നമ്മൾ ഭഗവാൻ പറഞ്ഞതല്ല ഹിന്ദുക്കൾ അനുസരിക്കുന്നത്, ഏതോ ആൾ ചെയ്തതിന് അന്ധമായി നമ്മൾ പിന്തുടരുകയാണ്. അതാണ് ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരമ്പലത്തിൽ അന്ധമായി തൊഴുതു പോകുന്നതല്ല ഹിന്ദുവിൻ്റെ ഭക്തി. അതും അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വഴിപാടുകൾ പരിപാടി നിർത്തിവെക്കണേ മക്കൾക്ക് വേണ്ടി. അത് അതിലേറെ വേറൊരു ദുരന്തമായി. നിങ്ങൾ നോക്കൂ, 60-ാമത്തെ അധ്യായത്തിൽ 60 ഭാഗവതം തന്നെ എടുത്തു നോക്കൂ. കൃഷ്ണൻ തന്നെ പറഞ്ഞത്, വേണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞാൽ അനുസരിക്കല്ലേ, അനുസരിക്കണ്ട, എനിക്കിപ്പോൾ എന്ത് കാര്യം? കൃഷ്ണൻ, നിങ്ങൾക്ക് കൃഷ്ണനോട് ബഹുമാനമുണ്ടോ? കൃഷ്ണൻ പറഞ്ഞതാ അത് അനുസരിക്കുക. ഞാൻ കൃഷ്ണൻ പറഞ്ഞ വരികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭാഗവതത്തിലെ 60-ാം അധ്യായം എടുക്കുക, ദശമസ്കന്ധം. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല, ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരില്ല. കൃഷ്ണൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞില്ല, കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു തരും. ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ്. കൃഷ്ണൻ രുക്മിണി ദേവിയോട് പറയുന്ന വരികളാണിത്. 60-ൽ കർഹിജിത് അധ്യായത്തിൽ 53-ാം ശ്ലോകം എടുക്കുക. വെറുതെ വായും പൊളിച്ച് നോക്കിയിരിക്കരുത്, കുറച്ച് പുസ്തകമൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഈ ശ്ലോകങ്ങളൊക്കെ വല്ലതൊക്കെ തലയിൽ കയറും നമുക്ക്. അല്ലെങ്കിൽ അര പൈസയുടെ വിവരമില്ലാതെ തെക്കും വടക്കും നടക്കേണ്ടി വരും. ഒരു വിവരമില്ലാതെ ചത്തു പോകേണ്ടി വരും. ഇതൊക്കെ വല്ലതും പഠിച്ചാൽ നല്ലതാ. ഒരു ചെറിയൊരു വ്യക്തതയൊക്കെ തലയ്ക്കുണ്ടാവും. സർവജ്ഞരെ പോലെ ഇരിക്കരുത്. ചിലരൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലേശം വിവരം പോലും ഇല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇപ്പം ലേശമൊക്കെ പഠിക്കൂ, ഇതൊക്കെ മനസ്സിലാക്കൂ. എന്താ പറയുന്നത്? മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യാ നിരയേഭിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ. മാം പ്രാപ്യ, അത് അടിവരട്, എന്നെ പ്രാപിക്കേണ്ടവരാണ് നിങ്ങൾ എന്നാ പറയുന്നത്. മാം പ്രാപ്യ, എന്നെ പ്രാപിക്കാൻ പൊട്ടൻഷ്യലായിട്ടുള്ളവരാ നിങ്ങൾ. അങ്ങനെ പ്രാപിക്കാൻ സാധിക്കുന്ന അപവർഗ സമ്പദം മാന്ന്, എല്ലാ പവർഗത്തിൽ നിന്നും ഉയർത്താൻ സാധിക്കുന്ന. അപ്പൊ പവർഗം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്താലേ മനസ്സിലാവുള്ളൂ ഈ പവർഗം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആകെ അറിയുന്നത് മുഴുവൻ പഴവർഗ്ഗങ്ങളെ അറിയുള്ളൂ, പവർഗം എന്താണെന്നറിയില്ല.
അപ്പൊ സത്സംഗങ്ങളിലൊക്കെ പോയി മനസ്സിലാക്കണം, സകല പാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഒക്കെ മോചിപ്പിക്കാൻ സാധിക്കുന്ന, എന്നിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന, എന്നിലേക്ക് ഉയരാൻ സാധിക്കുന്ന നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, വാഞ്ചിക്കുക, വാഞ്ചന, വാഞ്ചിക്കുക, വഞ്ചനയല്ല, വാഞ്ചതി. വാഞ്ചതി എന്ന് പറഞ്ഞാൽ ചോദിക്കുക, എന്നോട് പറയുക. എന്നോട് ഇങ്ങനെയൊക്കെ പലതും നിങ്ങൾ പറയുന്നു. ഇപ്പോൾ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു വാഞ്ചനയാണത്. കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് ശുപാർശ ചെയ്യുന്ന കത്താണ് ഇത്. ഈ വഴിപാടുകൾ, പുഷ്പാഞ്ജലി നല്ല വഴിപാടുകളൊക്കെ, ഈ വഴിപാടുകളൊക്കെ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സമ്പദ സത്പതിം, സമ്പത്ത് കിട്ടണം എന്ന് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവണം. സത്പതിം, സത്പതി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കിട്ടണം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. കുടുംബത്തിൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണം, നല്ല കുടുംബം ഉണ്ടാവണം, കുടുംബ ഐശ്വര്യം ഉണ്ടാവണം. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടത്. സമ്പത്തും ഒരു കുടുംബവും വേണം. ഇതല്ലേ എല്ലാവർക്കും ആവശ്യം. വേണോ? ആണോ അല്ലയോ? മനസ്സ് നന്നാവണം, ബുദ്ധി നേരെയാവണം എന്ന് പറഞ്ഞിട്ട് ആരെന്ത് വഴിപാടാണ് നടത്തിയിട്ടുള്ളത്? ആർക്കെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും പൈസ കിട്ടണം, പിന്നെ കുടുംബം നന്നാവണം. ആണോ? അതിനാണ് ഇപ്പം നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നത്. ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് വാഞ്ചതി, പ്രാർത്ഥിക്കുന്നവൻ തേ മന്ദഭാഗ്യാണ്, അവർ ഭാഗ്യം കെട്ടവരാണ്. ഇപ്പം നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പം ഭഗവാൻ എന്താ നിങ്ങളെ വിളിക്കുക അറിയോ? കഷ്ടം, ഒരു ഭാഗ്യം കെട്ടവനാണല്ലോ രാവിലെ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരു ഭാഗ്യം കെട്ടവരായി മാറുന്നതാണ്. തേ മന്ദഭാഗ്യ നിരയേപിയേ നടാം. ഇത് നരകത്തിൽ, നരകതുല്യം. നിരയെന്നാണോ നരകെന്നാണ്. ഇതൊക്കെ നരകത്തിലും കിട്ടുന്നതാണ് ഈ സുഖങ്ങളൊക്കെ. അതിനു വേണ്ടിയിട്ടല്ല എൻ്റെ അടുത്ത് വരേണ്ടത്. അപ്പൊ കേവലം ഒരു വഴിപാട് ചെയ്ത് യാചിക്കാൻ വേണ്ടിയല്ല എവിടെ പോണ്ടത്? എവിടെ പോണ്ടത്? അമ്പലത്തിൽ പോകേണ്ടത്. നോക്കൂ, നമ്മളെ ഹിന്ദുക്കളത് മനസ്സിലാക്കിയതേ ഇല്ല. അമ്പലത്തിൽ എന്തിനാണ് പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ വഴിതെറ്റിച്ച് കളഞ്ഞു പിള്ളേരെ. അതുകൊണ്ടാണ് പിള്ളേർ നിങ്ങളെ ചവിട്ടി പുറത്താക്കണത്. നിങ്ങൾ നോക്കുക, തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനില് 100-400 ഹിന്ദു അച്ഛനമ്മമാരെ കാണാം. ഇവിടെയുണ്ട് സന്ദീപനി പറഞ്ഞിട്ട് 10-40 അമ്മമാരൊക്കെ പ്രായമുള്ളവര്. മക്കൾക്ക് വേണ്ട. എന്തുകൊണ്ട്? ആ മക്കൾക്കൊരു ആത്മീയമായ ബോധം ഉണ്ടാക്കിയാലല്ലേ, ആ ബന്ധം ഉണ്ടാക്കിയില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അവരെ കാര്യം നടത്തി കിട്ടാൻ വേണ്ടി ദൈവത്തോട് ശുപാർശ ചെയ്യുന്ന അതൊക്കെ കുറച്ചു കാലം നിൽക്കും. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന സാധനം, ആ മനസ്സിനൊരു ശക്തി നിങ്ങൾക്ക് പകരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബഹുമാനം ഉണ്ടാവില്ല. ഒരാളോട് ബഹുമാനം ഉണ്ടാവുന്നത് മറ്റൊരാളുടെ മനസ്സിന് കൊടുക്കുന്നൊരു, ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ പല അമ്മമാരും സപ്താഹത്തിനൊക്കെ വരുന്നവര് മക്കളൊക്കെ ഹൈ പൊസിഷനിലായിരിക്കും, വളരെ ഹൈ പൊസിഷനിൽ. പക്ഷെ അമ്മയുടെ ഗതി അധോഗതി തന്നെ. വളരെ വിഷമത്തിലും സങ്കടത്തിലും ജീവിക്കുന്ന, കാരണം മക്കളൊക്കെ അവരുടെ ലെവലിലെത്തി. ഇപ്പൊ അവർക്ക് നോക്കുമ്പം അമ്മയും അച്ഛനൊന്നും അവർക്ക് ആ ലെവലിൽ പോകുന്നവരല്ല. കാരണം അവരുടെ സ്റ്റാൻഡേർഡ് കൂടിയപ്പോൾ അവർക്ക് വരുന്നും യാതൊരു. ഇന്നലെ ഒരു അങ്കിൾ ഇവിടെ വന്നിരുന്നു. 2 മക്കളും ഹൈ പ്രൊഫൈലുള്ളവരാണ്, നല്ല ഡോക്ടേഴ്സാണ്. പക്ഷേ ഈ മനുഷ്യൻ തെക്കും വടക്കും നടക്കുകയാണ് അപ്പം. കാരണം ഇദ്ദേഹം വളരെ ഒരു ശാഠ്യ സ്വഭാവമൊക്കെ ചെയ്തുകൊണ്ട് മക്കൾ കൈവിട്ടു. അപ്പം എന്നോട് ചോദിക്കുകയാണ്, സ്വാമിയുടെ കൂടെ വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരേണ്ടത് എന്താ കാര്യം? മക്കളെ ചവിട്ടി പുറത്താക്കിയ പാർട്ടിയാണ് ഞാൻ. ആർക്കും വേണ്ടാത്തവരെ കൊണ്ടുവരാനാണ് ഞാൻ നടക്കുന്നത്. അപ്പം ആവുന്ന കാലത്ത് ഇവരൊക്കെ എന്താ ഇതറിയാം, ട്യൂഷന് പറഞ്ഞയക്കുക, എങ്ങനെയെങ്കിലും കോച്ചിങ്ങിന് പറഞ്ഞയക്കുക, മക്കളെയൊക്കെ പഠിപ്പിച്ച നേരം. ഇപ്പം മക്കൾക്ക് വേണ്ട. ആ അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഒരു ആത്മബന്ധം മക്കളുമായി ഉണ്ടാക്കാൻ പറ്റിയില്ല. അതന്നെ കുഴപ്പം. ഇപ്പൊ ഒരാത്മബന്ധം ഉണ്ടാവണമെങ്കിൽ അവരെ ആത്മീയ ബോധത്തിലേക്ക് അവർക്ക് പറയൂ ഉയർത്തണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഇനിയെങ്കിലും കണ്ടുപിടിക്കൂ. 20 കുത്തുകുത്തി അമ്മയെ കൊന്നു, അമ്മയെ ചവിട്ടി പുറത്താക്കി, അമ്മയെ വാതിൽ കൂട്ടിയിട്ടിട്ട് പോയി എന്നൊക്കെയുള്ള പത്രവാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, എവിടെയോ കൊണ്ടുവന്നതിൽ
പിഴവ് പറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ടെങ്കിലും പഠിക്കണ്ടേ? കണ്ടിട്ടെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടെങ്കിലും പഠിക്കണ്ടേ? അതാണ് നമ്മുടെ ഹിന്ദു മതത്തിന് ഒരു ഗൈഡൻസ് ഇല്ലാതെ പോയി. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഋഷിവര്യന്മാർ പറയണത് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ഉയർത്തണം. അപ്പൊ ആ പരമാത്മാവിലേക്ക് ഉയർത്തണമെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം ജീവാത്മാവാണ്. ആരാണ്? ഞാൻ ജീവാത്മാവാണ്. എന്താ ഈ ജീവാത്മാവെന്ന് പറഞ്ഞാൽ? ജീവാത്മാവെന്ന് പറഞ്ഞാൽ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്ന ബോധത്തെ ജീവാത്മാവെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ചിന്തകളിൽ, ചിന്ത എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞാൽ കുറെ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും, എൻ്റെ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും ഇഷ്ടങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന ബോധത്തെയാണ് എന്ന് പറയാ ജീവാത്മാവ്. അപ്പൊ നമ്മളൊക്കെ പല സ്വഭാവങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, ഞാൻ രാവിലെ കിടന്നുറങ്ങും അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ മൊബൈലെടുത്ത് കളിക്കുന്നു അതെൻ്റെ ഇഷ്ടമാണ്. ഇങ്ങനെ കുറെ ഇഷ്ടങ്ങളിലും കുറെ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന ബോധത്തെ വിളിക്കുന്ന പേരാണ് പറയൂ ജീവാത്മാവ്. അപ്പൊ അങ്ങനെ ഒരു ജീവാത്മാവായി ജീവിച്ചു തുടർന്നാൽ എന്താ കുഴപ്പം? ഈ സ്വഭാവങ്ങളും ശീലങ്ങളൊന്നും മാറ്റിയിട്ടില്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അപ്പൊ കുറെ കൂടി വാശി വന്നു. അപ്പൊ കല്യാണം കഴിച്ചാൽ ഇവനിരുന്ന് തോണ്ടും. അപ്പൊ പിന്നെ എത്ര ദിവസം ഭാര്യ അയാളെ അഡ്ജസ്റ്റ് ചെയ്യും? കുറെ കഴിഞ്ഞാൽ ഭാര്യയ്ക്കും എടുക്കും. കാരണം എന്ത് പറഞ്ഞാലും ഇയാൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്വ ബോധമില്ല. മനസ്സിലാവുണ്ടോ? ആർക്കും നിങ്ങൾ അമ്പലത്തിൽ വഴിപാട് ചെയ്താൽ ഈ സ്വഭാവം മാറുമോ? ഉറക്കെ പറയൂ, നിങ്ങൾ അമ്പലത്തിൽ വഴിപാട് ചെയ്താൽ ഈ സ്വഭാവം മാറുമോ? അപ്പം ഈ കുട്ടികളുടെ മനസ്സിനെ നമുക്ക് ആ ഒരു ജീവാത്മഭാവത്തിൽ നിന്നും പരമാത്മഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ എന്താ പരമാത്മ എന്ന് പറഞ്ഞാല്? ഈ ചിന്തയിൽ കുരുങ്ങിക്കിടക്കുന്ന ബോധം അനന്ത സാധ്യതകളുടെ ബോധമാണ്, അനന്തമായ കഴിവുകളുടെ ബോധമാണ്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കും. ഈ കുട്ടികൾ പലതും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയാ കുട്ടി പഠിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ കുട്ടിയാണോ പഠിക്കുന്നത്? കുട്ടി ആ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുകയാണോ? ഈ പഠിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, മനസ്സിൽ പതിയുന്ന കഴിവ് കുട്ടിയാണോ ഉണ്ടാക്കിയത്? ഏത് കാര്യം കുട്ടിയുടെ ഉള്ളിൽ പതിഞ്ഞ് കിട്ടുന്നതിൻ്റെ ആ കഴിവ് കുട്ടിയാണോ ഉണ്ടാക്കിയത്? ആണോ? അപ്പൊ എവിടുന്ന് വന്നു ഈ കഴിവ്? ഇത് എവിടുന്ന് കിട്ടി കുട്ടിക്ക്? അപ്പൊ കുട്ടിയുടെ ബോധത്തിൽ പലതും അബ്സോർബ് ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള, ഓർക്കാനുള്ളൊരു കഴിവ്, അനന്തമായ കഴിവുണ്ട്. എല്ലാവരിലും ഇല്ല ഇത്? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇതാരും ഉണ്ടാക്കിയതല്ല. ആ കുട്ടി ചെയ്തെന്ത് മാത്രം? ശ്രദ്ധ അതിലേക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടു എന്ന് മാത്രം. അങ്ങനെ തിരിച്ചു വിട്ടപ്പോ ആ കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലായി. എന്നാൽ പല ശീലങ്ങളും സ്വഭാവങ്ങളും ഉള്ളൊരു വ്യക്തിക്ക് ആ ശ്രദ്ധ ഏതിലേക്കാ പോവുക? അവരുടെ സ്വഭാവങ്ങളിലേക്ക് പോവും. അപ്പൊ വേണ്ടതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അപ്പൊ മനസ്സിന്റെ ആ സ്വഭാവങ്ങളിൽ നിന്നും അവരവരുടെ ശ്രദ്ധയെ വേണ്ടതിലേക്ക് കൊണ്ടുപോവാൻ ആ കുട്ടികളെ പ്രാപ്തമാക്കേണ്ടതുണ്ടോ? പറയൂ, പ്രാപ്തമാക്കേണ്ടതുണ്ടോ? അപ്പൊ ആ കുട്ടികളുടെ ശ്രദ്ധയെ ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്താൻ അത് വഴിപാടാണോ വേണ്ടത്? ചില പരിശീലനങ്ങളാണോ വേണ്ടത്? എന്താ വേണ്ടത്? അതിനാണ് നമ്മൾ കുട്ടികളുടെ മനസ്സിനെ നാമജപങ്ങളിലേക്ക് ആ കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. അപ്പൊ നിരന്തരമായ നാമജപ സംസ്കാരം കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ മനസ്സ് പോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. നിരന്തരമായ പരിശീലനം കൊണ്ട് ബോധത്തിന്റെ ശ്രദ്ധ ഏതിലേക്ക് വരും? കുറച്ചെങ്കിലും ഏതിലേക്ക് വരും? കൂടെ വന്നില്ലേ നിങ്ങൾ? ഏതിലേക്ക് വരും? നിരന്തരമായ നാമജപ സംസ്കാരം വരുമ്പോൾ ശ്രദ്ധ ഏതിലേക്ക് വരും? നാമത്തിലേക്ക് വരും. അപ്പൊ നാമത്തിലേക്ക് ശ്രദ്ധിച്ച് 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 വരുമ്പോ ഒരു കാര്യത്തിൽ ക്രമേണ ശ്രദ്ധ വയ്ക്കാനുള്ള, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കുട്ടിയുടെ കഴിവ്
ഉറക്കെ പറയൂ, കൂടി വരും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അമ്പലത്തിൽ പോയി തൊഴുതു പോവുകയാണോ വേണ്ടത്, നാമം ജപിപ്പിക്കുകയാണോ വേണ്ടത്? അതാണ് നമ്മുടെ അമ്മമാർ പഠിപ്പിക്കാതെ പോയത്. അപ്പം കുട്ടികളെ നിർബന്ധമായും എന്ത് പരിശീലിപ്പിക്കണം? പണ്ട് കാലത്ത് നോക്കൂ, സന്ധ്യയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ചൊല്ലിയത് കൊണ്ടൊക്കെയാണ് ആ വീട്ടിൽ സഹോദരി സഹോദര ബന്ധം വളരെ ദൃഢമായത്. ഇന്ന് സന്ധ്യയ്ക്ക് നാമജപമില്ല, അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ ബന്ധങ്ങളും ഇല്ലാതായിപ്പോയി. 2 ഉള്ളൂ. എന്നിട്ട് പോലും ആത്മാർത്ഥമായൊരു ആര് നശിപ്പിച്ചു? നിങ്ങൾ നശിപ്പിച്ചു. കാരണം ഇടക്കാലത്ത് TV വന്നു, സീരിയൽ വന്നപ്പം ഉള്ള തള്ളമാരൊക്കെ അതിൻ്റെ മുന്നിലായിപ്പോയി. അവരമ്മമാര് തന്നെ വിളിക്കാൻ പറ്റില്ല. ഒരു ഒടുക്കത്തെ സീരിയലിൽ അവർ ഒതുങ്ങിപ്പോയി. മക്കള് പിന്നെ മൊബൈലും കൂടെ വന്നു, സ്മാർട്ട് ഫോണും കൂടി വന്നപ്പോൾ അവരതിലും അടക്കി. വിദ്യാഭ്യാസമുള്ള ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ഹിന്ദു കുട്ടികളാണ്. കാരണം ചെറുപ്പത്തിലെ അലസതയും അവശതയുമായി ജീവിതത്തിൽ പിന്നെ എവിടെ നേരെയാവുക? എന്നിട്ട് ഈ അമ്മയുടെ വക ഒരു പുഷ്പാഞ്ജലി. നശിപ്പിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നിങ്ങൾ വഴിതെറ്റിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വിചാരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കരുത്. കൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്, ന ബുദ്ധിഭേദം ജനയേത്, ഡോണ്ട് മിസ്ഗൈഡ് അതേഴ്സ്. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് വെച്ചോളൂ, പക്ഷെ മറ്റൊരാളെ വഴിതെറ്റിക്കരുത്. നിങ്ങൾ വഴിതെറ്റിക്കുകയാണ്, നിങ്ങൾ വഴിമുടക്കികളാണ്. കാരണം അവരിലുള്ള ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റി, അവരിലുള്ള ശ്രദ്ധിക്കാനുള്ള കഴിവ്, അവരുടെ മനസ്സിനെ ഉയർത്താനുള്ള കഴിവിനെ നമ്മൾ ക്രമേണ ഇല്ലാതാക്കുക. എനിക്ക് ഇന്നലെ രാത്രി ഇവിടുന്ന് പോയി ഒരു സീനിയർ ടീച്ചർ എന്നെ ഫോൺ ചെയ്തു. ഞാനത് പേര് പറയാൻ പാടില്ല. വൺ ഓഫ് ദ വളരെ എഫിഷ്യൻറ്റ് ടീച്ചറാണ്. ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് രാത്രി എൻ്റെ ഒരു 9:30 എങ്ങനെ എൻ്റെ ഫോൺ കിട്ടി, സ്വാമി പ്ലീസ് കട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 മിനിറ്റ്സിൻ്റെ ഉള്ളൊക്കെ പറഞ്ഞോളെന്ന് പറഞ്ഞു. അവരങ്ങനെ നിർത്താതെ ഞാൻ പറഞ്ഞു, നാണമില്ലേ നിങ്ങൾക്കൊരു ടീച്ചറാണെന്ന് പറയാൻ? നിങ്ങൾ എങ്ങനെ ടീച്ചറായത്? കാരണം നിങ്ങൾ ടീച്ചറാവാൻ യോഗ്യരല്ല. ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഇതുവരെ സൊല്യൂഷൻ കണ്ടെത്താത്ത പ്രശ്നങ്ങളാണിപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ അതാ ശീലിപ്പിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഉറപ്പിക്കുകയാണ്, എനിക്ക് പല ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, ഇതൊക്കെ ആര് പരിഹരിച്ചു തരണം? ഭഗവാൻ അപ്പം നിങ്ങൾ എന്താ കുട്ടിയുടെ ഉള്ളിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ്, നിനക്കൊരിക്കലും നിന്നെ നേരെയാക്കാൻ പറ്റില്ല. ആര് നേരെയാക്കി തരണം? അല്ലെ, അങ്ങനെയല്ലേ ഇത്? ഭഗവാൻ നേരെയാക്കി തരണമെന്ന്. എന്നാ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരെ വിപരീത പറയണത്, ഉദ്ധരേത് അവനവൻ നേരെയാക്കണം എന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോയത് ഒരു ആത്മീയമായൊരു പഠനം ഇല്ലാതെ പോയി. പിന്നെന്താ വേണ്ടത്? അമ്പലത്തിൽ കൊണ്ടുപോകണം. എന്തിനു വേണ്ടി? കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോകണം. എന്തിനു വേണ്ടിയിട്ട്? നാമം ജപിപ്പിക്കാൻ. അതാണ് ആഞ്ഞൊക്കെ ഇവിടെ പണ്ട് കാലത്ത് പാവം ആഞ്ഞൻ മാധവൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ സപ്താഹം വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തി അദ്ദേഹം തൊഴാനല്ല പറയുക, അദ്ദേഹം നാമം ജപിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരം ഈ ക്ഷേത്രത്തിൽ, അതൊക്കെ കളഞ്ഞു ഒളിച്ചു. പിന്നീട് ദേവസ്വം എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി ഒക്കെ നശിപ്പിച്ച് കൈ കിട്ടി നമുക്ക്. നാമജപം എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യമില്ല. ഇപ്പം ആകെ ഉള്ളൊരു കൃഷ്ണനാട്ടം കളിയുടെ കുറച്ച് കുട്ടികൾ വൈകുന്നേരം കുറച്ചല്ലേ, അത് പാവം അവർ കൊണ്ട് നടക്കുന്നുണ്ട് ഇത്തിരി. മറ്റെല്ലാ കുട്ടികളും വരുന്നൊരു കാലം ഉണ്ടായിരുന്നോ? ഈ നാട്ടിലെ പ്രദേശത്തെ എല്ലാ കുട്ടികളും വന്ന് നാമം ജപിക്കുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു ഈ ഗുരുവായൂരില്. കാരണം അന്ന് ഇവിടെ മഹാന്മാരായിരുന്നു. അന്ന് മഹാന്മാർ പറയുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. ആഞ്ഞൊക്കെ അത്ര പ്രഭാവമുള്ള ഒരാളായിരുന്നു. പിന്നെ ആഞ്ഞത്തിന്റെ കാലഘട്ടത്തിൽ അതിലും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാന്മാര് വന്നു പോകുന്നൊരു സ്ഥലമായിരുന്നു. ഓട്ടൂരുണ്ടായിരുന്നു, അങ്ങനെ പലരും വൈഷ്ണവർ, അങ്ങനെ പലരും. അതുപോലെ തന്നെ അനവധി ആചാര്യന്മാര്, വളരെ വിജ്ഞാനികളായിട്ടുള്ള മഹാന്മാര് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ നാമജപത്തിന് വളരെ അത് പിന്നീട് പോയി തൊഴലും വഴിപാടായിട്ട് മാറി. കുട്ടികളെ വെറുതെ വഴിപാട് ചെയ്യിച്ചു പോകരുത്. വേണ്ടത് എന്താണ്? കൃഷ്ണൻ പറഞ്ഞൊരൊറ്റ വാക്ക്, നാമസങ്കീർത്തനം യക്സ്യ. ഭഗവാൻ ഗീതയിൽ 10-ാം അധ്യായത്തിൽ 25-ാം വേണമെങ്കിൽ അനുസരിച്ചാൽ മതിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷ്ണനെ അനുസരിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്നത് കൃഷ്ണൻ പറഞ്ഞതല്ല, നിങ്ങൾ കൃഷ്ണന് വിരുദ്ധമായ കാര്യം ചെയ്യുന്നത്.
കൃഷ്ണൻ പറഞ്ഞതേ അല്ല നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഗീതയിൽ 10-ാം അധ്യായത്തില് 25-ാം ശ്ലോകം, ഗീത, ഭഗവത്ഗീത, അവിടെ 10-25 കൃഷ്ണൻ പറയും യജ്ഞാനം ജപയജ്ഞോസ്മി എന്നൊരു ശ്ലോകമുണ്ട്. യജ്ഞാനം കണ്ടു? ആർക്കെങ്കിലും കിട്ടിയോ? 10 ഗീതയിൽ 10 ആണോ? അങ്ങനെയുണ്ടോ? യജ്ഞാനം, യജ്ഞങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ യജ്ഞം, തൊഴുതു പോകുന്ന യജ്ഞമല്ല കൃഷ്ണൻ പറഞ്ഞത്. എന്താണ്? ഉറക്കെ പറയൂ. ഇന്നിപ്പോ കുട്ടികളോട് നാമം ചൊല്ലാൻ പറഞ്ഞാൽ കുട്ടികൾ ചൊല്ലുവോ? പൊതുവെ ചൊല്ലുവോ? അതെന്തേ അങ്ങനെയാക്കിയ? ചെറുപ്പത്തിൽ ശീലം ഉണ്ടാക്കിയില്ല, തൊഴുതുപോയി, വഴിപാടും ചെയ്തു. ഈ തൊഴലും വഴിപാടും നിങ്ങൾ തെറ്റിച്ചതല്ലേ? നിങ്ങളുണ്ടാക്കിയ ദുരന്തല്ലേ? കൃഷ്ണൻ പറഞ്ഞതിന്റെ വിരുദ്ധം നിങ്ങൾ ചെയ്തത്, അതുകൊണ്ട് ദുരിതം അനുഭവിക്കും നിങ്ങൾ. കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? യജ്ഞാനം ജപയജ്ഞോസ്മി. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ പരിശീലിപ്പിക്കേണ്ടതായിരുന്നു. ഏത്? നാമയജ്ഞം. നാമയജ്ഞമാണ് ഈ കലിയുഗത്തിൽ ചെയ്യാനുള്ളത്. ആ നാമയജ്ഞമാണ് നമ്മൾ വിട്ടുപോയത്. അതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ നിങ്ങളോട്, നാമജപം ഇല്ലാതെ നിങ്ങൾ കുട്ടികളെ വളർത്തിയാൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കും. ഒരുപക്ഷെ കൈകൊണ്ട് തരില്ല, മനസ്സുകൊണ്ട് നിങ്ങളിൽ നിന്നും അകലും. കുറേ കഴിഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെടും. അന്ന് നിങ്ങളിരുന്ന് കരയരുത്, ദൈവത്തോട് പറഞ്ഞ് കരയരുത്. ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തി എന്നൊക്കെ പറയരുത്. കാരണം നിങ്ങൾ വളർത്തിയത് ഏത് പട്ടിയും പൂച്ചയും ചെയ്യുന്ന കാര്യമാണ്. അതും അതിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കും, അതും അതിൻ്റെ കുട്ടിക്ക് ഇര തേടാനൊക്കെ പഠിപ്പിക്കും. ഉണ്ടോ? 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുട്ടികൾ വളരും. പട്ടിയും പൂച്ചയൊക്കെ അതും അതിന് സ്നേഹം കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? അതും അതിനെ ഇര തേടാൻ പഠിപ്പിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോയി പിന്നെ അത് ഇണചേർന്ന് അതിൻ്റെ ഒരു ലോകത്തിൽ അത് ജീവിക്കും. ആണോ? ഇതാണ് പ്രകൃതിയിൽ നമ്മൾ കണ്ടുകൊണ്ട്. ഇതുപോലെയൊക്കെയാണ് നിങ്ങളും പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, കുറെ സ്കൂളിൽ പറഞ്ഞയച്ചു, ജോലി കിട്ടി, പിന്നെ അവൻ്റെ ഒരു ഇണയെ കണ്ടെത്തി അതിൻ്റെ കൂടെ ജീവിച്ച് അങ്ങനെ ഒരു ലോകത്തിൽ പട്ടിയും പൂച്ചയും പോകുന്ന പോലെ അവർ പോകുന്നു. നിങ്ങളോട് എന്ത് പ്രതിബദ്ധി കാണിക്കണം? എന്നിട്ട് നിങ്ങൾ കരയാണ് ഇരുന്നിട്ട് മക്കൾ നോക്കുന്നില്ല. നിങ്ങൾ അർഹരാണ് അതിന്. കാരണം മക്കളോടൊരു ബന്ധമുണ്ടാവണമെങ്കിൽ അവരെ നാമജപ യജ്ഞത്തിലേക്ക് ചെറുപ്പത്തിലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവര് പ്രായമാകുമ്പോൾ ഓർമ്മ വരും, ഈ ഒരു യജ്ഞമാണ് വളരെ താളം തെറ്റലില്ലാതെ ജീവിതത്തെ കൊണ്ടുവന്ന. ആ കടപ്പാട് അവർക്ക് മരിക്കുന്നത് വരെ നിങ്ങളുണ്ടാവും. ധ്രുവനൊക്കെ അമ്മയെ ഓർത്ത് പറഞ്ഞ പോലെ, കുലം പവിത്രം ജനനീകൃതാർത്ഥ, കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവതീന. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരണോ വേണ്ടയോ?